അവിടെ പബ്ലിക് എക്സാമിന് ലോസ് ഓഫ് മോഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വേ നോക്കിക്കോ. എ പേഴ്സൺ ഫയറിംഗ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ എക്സ്പീരിയൻസ് എ ബാക്ക്വേർഡ് ജെർക്ക്. റൈറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്. ഇതെന്തായിരിക്കും? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ആയിരിക്കും അല്ലേ? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ആണ് പ്രിൻസിപ്പിൾ. ഓക്കെ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ് അല്ലേ? അതായിരുന്നു അതിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി എ ബുള്ളറ്റ് ഓഫ് മാസ് 15 gram, ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എമ്മും അതേപോലെ തന്നെ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന മസിൽ വെലോസിറ്റി നമ്മളൊരു സ്മോൾ വിയും ആക്കി എടുത്ത് വിചാരിക്കും. ഓക്കെ, ഫ്രം എ ഗൺ ഓഫ് മാസ് 2 kilogram. ഓക്കെ, ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആക്കി എടുക്കുകയാണെങ്കിൽ റീകോയിൽ സ്പീഡ് ഓഫ് ഗണ്ണ് അതിന്റെ ക്യാപിറ്റൽ വി നമുക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഡെറിവേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇതിന്റെ ഫൈനൽ എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ റീകോയിൽ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിന്റെ ആ റീകോയിൽ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈക്വൽ ടു, അതായത് ആ വലിയ വി റീകോയിൽ വെലോസിറ്റി ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു സ്മോൾ വി, അതായത് ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ആ ഒരു ബുള്ളറ്റിന്റെ വെലോസിറ്റി ഡിവൈഡ് ബൈ ഗണ്ണിന്റെ മാസ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരു മൈനസ് ഉണ്ടാവും, ആ മൈനസ് എന്താണ്? ആ ഡയറക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ബുള്ളറ്റ് അങ്ങോട്ട് പോകണമെങ്കിൽ ഗണ്ണ് ബാക്കോട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?